ഞങ്ങൾ ഇന്നലെ ഒരു കാര്യം ആവശ്യപ്പെട്ടിരുന്നു. ശബരിമല തന്ത്രിയെ അറസ്റ്റ് ചെയ്യാനുള്ള കാരണങ്ങൾ എന്താണ്? അദ്ദേഹം ഏത് കുറ്റകൃത്യമാണ് ചെയ്തത്? ഏത് തരത്തിലുള്ള പങ്കാളിത്തമാണ് ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയുമായി തന്ത്രിക്കുള്ളത് എന്ന് SIT പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമുണ്ട്. തന്ത്രിയെ അറസ്റ്റ് ചെയ്തപ്പോൾ അത് മുഖ്യമന്ത്രിയുടെ ക്രെഡിറ്റ് ആയിട്ടാണ് CPM സൈബർ ഇടങ്ങളിൽ പ്രചരിപ്പിച്ചത്. അതിന്റെ പുറകിൽ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന് ഞങ്ങൾ സംശയിക്കുന്നു. CPM-എതിരായി എല്ലാ ആക്ഷേപങ്ങളും വന്നപ്പോൾ അതിൽ നിന്ന് വഴി തിരിക്കുന്നതിന് വേണ്ടി മനഃപൂർവ്വമായി തന്ത്രിയെ അറസ്റ്റ് ചെയ്താണോ എന്ന് സംശയിക്കേണ്ട സ്ഥിതിയാണ്. തന്ത്രിക്ക് ജാമ്യം കൊടുത്തുകൊണ്ടുള്ള കോടതി വിധി ഒരു തെളിവിന്റെ ഒരു കണിക പോലും ഇല്ല എന്നാണ് അദ്ദേഹത്തിനെതിരെ പറഞ്ഞിരിക്കുന്നത്. ഒരു തെളിവും പിന്നെ ശേഖരിച്ചതായും SIT പറഞ്ഞിട്ടില്ല. ഞങ്ങൾ അന്ന് ജനുവരി 11-ന് ഞാൻ തന്നെ പത്രസമ്മേളനം നടത്തി പറഞ്ഞു, തന്ത്രിയെ പോലെ ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ എന്ത് കാരണത്താലാണ് അറസ്റ്റ് ചെയ്യുന്നത്, എന്താണ് കുറ്റകൃത്യത്തിൽ അദ്ദേഹത്തിന്റെ പങ്കാളിത്തം എന്ന് വ്യക്തമാക്കേണ്ട ബാധ്യതയുണ്ട്. ഇനി മുൻ മന്ത്രിയെ അറസ്റ്റ് ചെയ്താലും അത് തന്നെ വേണം, എന്താണ് പങ്കാളിത്തം എന്ന്. അത് പറയാതെ അറസ്റ്റ് ചെയ്ത് 40 ദിവസം അദ്ദേഹം ജയിലിൽ കിടന്ന് കോടതി പറഞ്ഞിരിക്കുന്നു തെളിവിന്റെ കണിക പോലും ഇല്ല. തെളിവിന്റെ കണിക പോലും ഇല്ലാതെ ഒരാൾ, ശബരിമല തന്ത്രിയെ പോലുള്ള ഒരാൾ 40 ദിവസം ജയിലിൽ കിടക്കേണ്ട സാഹചര്യം വന്നതിനെ കുറിച്ച് ഗൗരവതരമായി അന്വേഷിക്കണം. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ തന്നെ അന്വേഷിക്കണം എന്നാണ് ഞങ്ങൾ മുന്നോട്ട് ഡിമാൻഡ് വയ്ക്കുന്നത്. പിന്നെ സംസ്ഥാനത്തെ ആരോഗ്യ മേഖല വെന്റിലേറ്ററിലാണ് എന്ന ഞങ്ങളുടെ ആരോപണം ശരിവെക്കുന്ന തരത്തിലാണ് ഓരോ ദിവസവും നടക്കുന്ന സംഭവങ്ങൾ. എല്ലാ ദിവസവും നടക്കുന്ന സംഭവങ്ങൾ ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് എന്ന് ആരോഗ്യമന്ത്രി പറയുന്ന കാര്യങ്ങൾ എല്ലാം ഇപ്പൊ ഒറ്റപ്പെട്ട ആയിരക്കണക്കിന് സംഭവങ്ങളായി, കേരളം മുഴുവൻ വിഷയങ്ങളായി. അപ്പൊ ആരോഗ്യരംഗത്തെ സിസ്റ്റം മുഴുവൻ തകർന്നിരിക്കുകയാണ്. അതിന് നമ്മുടെ അപകടം മനസ്സിലാക്കേണ്ടത് വലിയ ബ്ലാക്ക് സ്റ്റോൺ പോലുള്ള വലിയ കമ്പനികൾ ഈ സ്വകാര്യ ആശുപത്രികളെ ടേക്ക് ഓവർ ചെയ്യാണ്. ഒരു കിടക്കയ്ക്ക് 2.5 കോടി രൂപ തീരുമാനിച്ചിട്ടാണ് അവരിത് എടുക്കുന്നത്. അതോടുകൂടി ചികിത്സാ ചെലവ് ഗണ്യമായി വർദ്ധിക്കും. സാധാരണക്കാരനും ഇടത്തരക്കാരനും ചികിത്സ തേടി സ്വകാര്യ ആശുപത്രികളിലേക്ക് പോകാൻ പറ്റാത്ത സ്ഥിതി വരും. അപ്പോൾ നമ്മുടെ പൊതു ആരോഗ്യ സംവിധാനം തകരാതെ നിർത്തേണ്ടത് ഗവൺമെന്റിന്റെ ചുമതലയാണ്. ആ പൊതു ആരോഗ്യ സംവിധാനം ഏറ്റവും ഭംഗിയാക്കി നിർത്താൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ആരോഗ്യ കോൺക്ലേവ് നടത്തി 300-ലധികം ഡോക്ടർമാരെ പങ്കെടുപ്പിച്ച് വലിയൊരു ഡോക്യുമെന്റ് ഞങ്ങൾ പ്രകാശനം ചെയ്തിരിക്കുന്നത്. UDF സർക്കാർ വരുമ്പോൾ ആരോഗ്യരംഗത്ത് സമഗ്രമായ മാറ്റം, പൊതു ആരോഗ്യരംഗത്ത് സമഗ്രമായ മാറ്റം ഉണ്ടാകും. ഏത് സ്വകാര്യ മേഖലയോടും പിടിച്ചു നിൽക്കാൻ പറ്റുന്ന തരത്തിൽ സാധാരണക്കാരന് പ്രാപ്യമായ സംവിധാനങ്ങൾ ഉണ്ടാക്കും. അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷേ സംസ്ഥാനത്തുടനീളം വ്യാപകമായി ഈ സിസ്റ്റത്തിന്റെ തകരാറ് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ അത് ഗൗരവത്തോടുകൂടി കൈകാര്യം ചെയ്യണം ആരോഗ്യരംഗം എന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. അല്ല, അത് ഞാൻ ചോദിക്കട്ടെ, ഞാൻ 2001 MLA ആയിരിക്കുമ്പോൾ എന്റെ നിയോജക മണ്ഡലത്തിലെ താലൂക്ക് ആശുപത്രിയിൽ 300 പേരേ ഉള്ളൂ OP-യിൽ വന്നിരുന്നത്. ഇപ്പൊ 1800 പേരാണ് ഒരു ദിവസം OP-യിൽ വന്നത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പല കാര്യങ്ങൾ കൊണ്ട്, ഇപ്പൊ MLA-യുടെ ഫണ്ട് കൊണ്ട് മറ്റു ഫണ്ട് കൊണ്ടൊക്കെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഉണ്ടായി. 1. 2, സാധാരണക്കാരന് സ്വകാര്യ ചികിത്സ പ്രാപ്യമല്ലാത്ത രീതിയിലേക്ക് വന്നു. അപ്പോ കഴിഞ്ഞ 10 വർഷം കൊണ്ട് എന്ത് ഡെവലപ്മെന്റാണ് ഇതിനകത്ത് ഉണ്ടായത്? പല സ്ഥലത്തും ആളില്ല, ഡോക്ടർമാരില്ല. ഇപ്പൊ ഉദാഹരണം പറയാം, തിരുവനന്തപുരത്തെ പുതിയ മെഡിക്കൽ കോളേജിന് വേണ്ടി കെട്ടിടം പണി പൂർത്തിയാക്കി. എത്ര വർഷമായി? അവിടെ ഒന്നും ചെയ്തിട്ടില്ല. അതേ അവസരത്തിൽ 3 കിലോമീറ്റർ അപ്പുറമുള്ള തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഒരു ബെഡിൽ 3 പേര് കിടക്കുകയാണ്. ഇവിടെ ഒരു കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കിയതാണ്. ആ നിർമ്മാണം പൂർത്തിയാക്കിയിട്ട് അവിടെ ഒന്നും ചെയ്യുന്നില്ല. ഇപ്പൊ കുറെ സ്ഥലത്ത് എക്യുപ്മെന്റ്സ് ഉണ്ട്,
എക്സ്റേ ഉണ്ട്, ടെക്നീഷ്യൻ ഇല്ല. കാത്ത് ലാബ് ഉണ്ട്, ആളില്ല. ഇതാണ് സ്ഥിതി പല സ്ഥലത്തും. അപ്പോൾ ഗവൺമെന്റ് ഇപ്പോ കാസർഗോഡ്, വയനാട് മെഡിക്കൽ കോളേജുകളിൽ സാധാരണ നമ്മൾ താലൂക്ക് ആശുപത്രിയിൽ നിന്നും ജില്ലാ ആശുപത്രിയിൽ നിന്നും റെഫറൻസ് മെഡിക്കൽ കോളേജിലേക്കാണ് അയക്കുന്നത്. ഈ 2-3 മെഡിക്കൽ കോളേജുകളിൽ ചെന്ന് കഴിഞ്ഞാൽ റിവേഴ്സ് റെഫറൻസ് ആണ്. താലൂക്ക് ആശുപത്രിയിലേക്കും ജില്ലാ ആശുപത്രിയിലേക്കും പേഷ്യന്റിനെ അയക്കുകയാണ്. ആ സ്ഥിതിയിലേക്ക് പോവുകയാണ്. 10 കൊല്ലം മുമ്പ് ഉണ്ടാക്കിയ മെഡിക്കൽ കോളേജുകളാണ്. 10 കൊല്ലം കൊണ്ട് ഒരു മാറ്റം ഉണ്ടായിട്ടില്ലേ? എല്ലാ മെഡിക്കൽ കോളേജുകളുടെയും പരിതാപകരമായ സ്ഥിതിയാണ്. പല മെഡിക്കൽ കോളേജുകളുടെയും കുട്ടികൾ പോയി താലൂക്ക് ആശുപത്രിയിലാണ് പ്രാക്ടീസ് ചെയ്യുന്നത്, പഠിക്കുന്നത്. ആ സ്ഥിതിയിലേക്ക് എത്തിച്ചു. ഇവർ ഒരു മാറ്റവും ഉണ്ടാക്കിയില്ല എന്നതാണ്, ശ്രദ്ധിച്ചില്ല ഈ മേഖലയെ. വാചകോടി മാത്രമായിരുന്നു. അതാണ് സംഭവം. അല്ല, അങ്ങനെയാണെങ്കിൽ എന്റെ വീട്ടിലേക്ക്, കന്റോൺമെന്റ് ഹൗസിലേക്ക്, ഔദ്യോഗിക വസതിയിലേക്ക് ഡിവൈഎഫ്ഐക്കാരെ ഇരച്ചു കയറി വീട്ടിലെ ചെടിച്ചട്ടികളും മറ്റതും എല്ലാം തകർത്തു. അത് ഈ മന്ത്രിമാരുടെ പിന്തുണയോടുകൂടിയാണ് അവരയച്ചത് ആണോ? എന്റെ പറവൂരിലുള്ള എന്റെ സ്വകാര്യ വസതിയിലേക്ക് 30 പേര് വന്നു, ഡിവൈഎഫ്ഐക്കാർ വന്നു, ബഹളം ഉണ്ടാക്കി. ഈ വീട് അവിടെ നിന്നിരുന്നവരെ അടിച്ചു. എന്നിട്ട് അവിടെ എന്റെ വീടിന്റെ അകത്ത്, ഗേറ്റിന്റെ അകത്ത് നിന്നിരുന്നവർക്കെതിരായിട്ട് നോൺ ബെയിലബിൾ ഒഫൻസ് എടുത്തു. ആക്രമിച്ചവർക്കെതിരായിട്ട് കേസില്ല. ഞങ്ങളുടെ പരിപാടിയൊന്നുമല്ല സാധാരണ റീത്ത് വയ്ക്കല്. ഇപ്പൊ റീത്ത് പയ്യന്നൂരിൽ റീത്ത് വെച്ചത് ആരാ? ആ റീത്ത് വെച്ചതിന്റെ അർത്ഥം എന്താ? കൊല്ലുമെന്നാണ്. നിന്നെ ഞങ്ങൾ കൊല്ലും. എം.എൻ. വിജയമാഷിന്റെ മോന്റെ മുമ്പിൽ റീത്ത് വെച്ചത്. ഞങ്ങളുടെ രീതിയല്ല, ദാസമര രീതിയല്ല. പിന്നെ എനിക്കിതല്ലല്ലോ ജോലി. മന്ത്രിമാരുടെ വീട്ടിൽ കൊണ്ട് റീത്ത് വയ്ക്കാൻ പറയലല്ലോ ജോലി. അപ്പൊ ഈ ചോദ്യത്തിന് കൂടി എന്റെ വീട്ടിലേക്ക് ആളുകളെ പറഞ്ഞു വിട്ട് തല്ലി തകർത്തത് മന്ത്രിമാരാണെന്ന് കൂടി മറുപടി പറഞ്ഞാൽ മതി. അല്ല, അങ്ങനെയൊന്നും ഞാൻ മന്ത്രിമാരുടെ വസതിക്കകത്തേക്ക് കയറുന്നതിനോടൊന്നും എനിക്ക് യോജിപ്പുള്ള ആളല്ല. ആ മന്ത്രിമാരുടെ വീടിനകത്ത് കയറുന്നതിനോട് യോജിപ്പുള്ള ആളല്ല. പക്ഷേ എന്റെ വീടിലേക്ക് അതിക്രമിച്ച് കയറിയവർക്കെതിരായിട്ട് കേസില്ല, കേസ് പോലും എടുത്തില്ല. എന്ത് നീതിയാണ്? കേരളത്തിലെ പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക, ഇപ്പൊ ഇതെടുക്കുമല്ലോ, കേസെടുക്കുമല്ലോ. പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക വസതി ഗവൺമെന്റ് തന്നല്ലേ, ഔദ്യോഗിക വസതിയിൽ കയറി തല്ലി തകർത്ത് അക്രമം ഉണ്ടാക്കിയവർക്കെതിരെ കേസെടുത്തില്ല. മനസ്സിലായേ? ഇത് ഞാൻ പറഞ്ഞില്ല, പറവൂരിൽ എന്റെ സ്വകാര്യ വസതി, എന്റെ പ്രൈവസി അല്ലേ. അവിടെ കയറി അവിടെ എന്നെ കാണാമെന്നവരെ അടിച്ചു. എന്നെ കാണാൻ വേണ്ടി, നിവേദനം കൊടുക്കാൻ വേണ്ടി വന്നവരെ. എന്നിട്ട് അവിടെ നിന്നവർക്കെതിരായിട്ട് കേസ്, വീടിനകത്ത് നിന്നവർക്കെതിരായിട്ട് കേസ്, ജാമ്യമില്ലാത്ത കേസ്. കഴിഞ്ഞ ദിവസമാണ് വന്നത്. എന്നിട്ട് നമ്മളെ പഠിപ്പിക്കാൻ വരുവാണ് ഇവര്. അതൊക്കെ അറിയും ഇലക്ഷൻ കഴിഞ്ഞിട്ട്. ഇതൊക്കെ ലിസ്റ്റ് ഉണ്ടല്ലോ, ലിസ്റ്റ് എല്ലാം എപ്പോ ആണെങ്കിലും പുറത്തു. എന്തിനാണ് ആർക്ക് വേണ്ടിയിട്ടാ? എന്തിനാ? അതൊന്നൊന്നുമില്ല. അതിന്റെ എല്ലാ കണക്കുകളും വിജിലൻസിനും ഗവൺമെന്റിലും കൊടുത്തിട്ടുണ്ട്, എല്ലാ കണക്കുകളും. എന്തായാലും ഒരു ദുരൂഹതയും ഒരു ഗൂഢാലോചനയും തന്ത്രിയുടെ അറസ്റ്റിന് പിന്നിൽ നടന്നിട്ടുണ്ട്. ഞാൻ ആ റിമാൻഡ് റിപ്പോർട്ട് വായിച്ച് ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയിലുള്ള സംശയമാണ് ഞാനെന്ന് പറഞ്ഞത്. നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലായിരുന്നു ആ റിമാൻഡ് റിപ്പോർട്ട് വളരെ അവ്യക്തമായിരുന്നു. എന്നിട്ട് അദ്ദേഹം 40 ദിവസം ജയിലിൽ കിടക്കേണ്ടി വന്നത് എന്തിനാണെന്നെങ്കിലും പറഞ്ഞാൽ മതി, കുഴപ്പമില്ല. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ജയിലിൽ കിടന്നോട്ടെ, നമുക്കൊരു പരാതിയില്ല. പക്ഷെ എന്ത് തെറ്റാണ് ചെയ്തത്, എന്ത് കുറ്റകൃത്യമാണ് ചെയ്തത്, ഔദ്യോഗിക കാര്യങ്ങൾ ചെയ്യുന്നതിലുള്ള വീഴ്ച വരുത്തിയ കുറ്റകൃത്യമാണ്, എന്താണ് ചെയ്തതെന്ന് പറഞ്ഞാൽ മതി. പറയണ്ടേ? കോടതിയുടെ അദ്ദേഹത്തിന് ജാമ്യം കൊടുത്തുകൊണ്ടുള്ള കോടതി വിധി ഞെട്ടിക്കുന്ന കോടതി വിധിയാണ്. ഒരാൾ 40 ദിവസം, അദ്ദേഹത്തെ പോലെ ഒരാൾ ജയിലിൽ കിടക്കാനുണ്ടായ സാഹചര്യം എന്താണെന്ന് കേരളം അറിയട്ടെ. അപ്പൊ ശരി. കോൺഗ്രസിന്റെ 26-ാം തീയതി കല്ലിടും. ഞങ്ങൾ സ്ഥലം വാങ്ങിച്ചല്ലോ. അത് നിങ്ങളോട് അവിടെ നിങ്ങൾ വിളിച്ച് അന്വേഷിച്ചു നോക്കുക. അവിടെ ഞാൻ മാധ്യമങ്ങളെല്ലാം വന്നിരുന്നല്ലോ, ഞാൻ അവിടെ ആ സ്ഥലം സന്ദർശിച്ചിരുന്നല്ലോ. നിങ്ങൾ അറിഞ്ഞില്ലാത്തതിന് ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? അല്ല, ചടങ്ങിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് അവിടെ വരാം. അവിടുത്തെ വയനാട്ടിലെ മാധ്യമപ്രവർത്തകരെയും കൊണ്ടുപോയി
ഞാൻ അവിടെ വെച്ചിട്ടാണ് ബൈറ്റ് കൊടുത്തത്, സ്ഥലത്ത് വെച്ചിട്ട്. ഇല്ല, അവർ ആ പൈസ KPCCക്ക് കൈമാറിയെന്ന് എത്ര പ്രാവശ്യം പറഞ്ഞു. വെറുതെ നിങ്ങൾ ഈ നുണപ്രചരണം നടത്തുന്നതിന്റെ ഭാഗമായിട്ട് ചെയ്യാണ്. ഒറ്റ കാര്യം, 1 വർഷം എടുത്തു സർക്കാർ സ്ഥലം എടുക്കാൻ വേണ്ടി. 1 വർഷം. എന്നിട്ട് പ്ലാന്റേഷൻ ഭൂമിക്ക് എക്സംഷൻ കൊടുത്തു. ഞങ്ങൾക്ക് പ്രത്യേകമായി സ്ഥലം തരാമെന്ന് പറഞ്ഞിരുന്നു. അവസാനം അത് നിഷേധിച്ചു. ഞങ്ങൾ അപ്പോഴാണ് സ്ഥലം അന്വേഷിച്ചു പോയത്. സർക്കാർ 1 വർഷം സ്ഥലം എടുക്കാൻ പോയപ്പോൾ ഞങ്ങൾ 4 മാസം കൊണ്ട് സ്ഥലം എടുത്തു. 4 മാസം കൊണ്ട്. എന്നിട്ട് CPM സൈബറിൽ പ്രചരിപ്പിച്ച ആന കയറുന്ന സ്ഥലമാണെന്ന്. ഞാൻ ആ സ്ഥലത്ത് പോയി. അതിന്റെ തൊട്ടപ്പുറത്ത് ആശ്രമം, തൊട്ടിപ്പുറത്ത് വീടുകൾ, അതിന്റെ പുറകിൽ ഒരു റിസോർട്ട്. എന്നിട്ട് ഇവര് ആന കയറുന്ന വീടുകളാണെന്ന് പറഞ്ഞു കള്ളപ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ മാധ്യമങ്ങളും നിങ്ങളുടെ സൈബർ ഇടങ്ങളിൽ. കള്ളപ്രചരണം. ഞാൻ ആ സ്ഥലത്ത് പോയി മാധ്യമങ്ങളെ മുഴുവൻ കാണിച്ചു. ആശ്രമം കാണിച്ചു, വീടുകൾ കാണിച്ചു. റോട്ടിൽ നിന്ന്, അതായത് മെയിൻ റോഡിൽ നിന്ന് 250 മീറ്റർ ദൂരം, അതായത് ഈ സ്ഥലത്ത് നോക്കിയാൽ ആ റോഡ് കാണാം, സ്ഥലത്ത് നിന്ന് നോക്കിയാൽ കാണാം. റോഡ് ആക്സസ് ഉള്ള, കൃത്യമായി റോഡ് ആക്സസ് ഉള്ള, വാഹനങ്ങൾക്ക് വരാൻ പറ്റുന്ന, ഏത് തരത്തിലുള്ള വാഹനങ്ങൾക്ക്, ലോറിക്ക് വരെ വരാൻ പറ്റുന്ന സ്ഥലം എടുത്തിട്ട് ആ സ്ഥലത്ത് പോയി പത്രസമ്മേളനം നടത്തിയിട്ട് എറണാകുളത്തിരിക്കുന്ന നിങ്ങളുടെ പത്രപ്രവർത്തകന് അത് എവിടെയാണെന്ന് എന്നോട് ചോദിച്ചാൽ നിങ്ങൾ അവിടുത്തെ നിങ്ങളുടെ ആളെ വിളിച്ചു ചോദിക്കും.